ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശ്വിൻ്റെ നേർക്ക് ശ്രുതി വിരൽ ചൂണ്ടണം കേട്ടോ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? നിങ്ങൾക്ക് മുന്നിൽ ഞാനൊരു പുതുപെണ്ണായി വന്ന് ഇങ്ങനെ മണിയറ ഒരുക്കിയതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളോട് പിന്നെ എനിക്ക് ചോദിക്കേണ്ട ചോദ്യം, എന്തിന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ താലി കെട്ടാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു? എൻ്റെ ജ്യേഷ്ഠത്തിയുടെ കല്യാണം മുടക്കുമെന്ന് നിങ്ങൾ എന്തിനാണ് എന്നോട് പറഞ്ഞത്? എനിക്കതിൻ്റെ കാരണം അറിയണം. ഇനിയെങ്കിലും നിങ്ങളത് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അശ്വിൻ പറയണേ, നിനക്കതിൻ്റെ കാരണം അറിയണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പറയണേ, എനിക്കതിൻ്റെ കാരണം അറിയണം, മര്യാദക്ക് പറ, എന്തിനാണ് നിങ്ങൾ എന്നെ താലി കെട്ടിയത്? നിങ്ങൾ എന്നെ ഒരു ഭാര്യയായി സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് 6 മാസത്തെ എഗ്രിമെൻറ്റ് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? അതിന് മാത്രം തെറ്റ് ഞാൻ എന്ത് ചെയ്തു? എപ്പോഴും നിങ്ങൾ എന്നെ പീഡിപ്പിച്ചിട്ടേ ഉള്ളൂ. മാനസിക പീഡനം, ശാരീരിക ഉപദ്രവം ഒരുപാട് തവണ നിങ്ങൾ എന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടി? ഞാൻ എന്താണ് അതിന് മാത്രം ചെയ്ത് തെറ്റ് എന്ന് പറയുമ്പോൾ അശ്വിനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അങ്ങനെ അശ്വിൻ, മതി മിണ്ടരുത് നീ എന്ന് പറഞ്ഞിട്ട് അശ്വിനങ്ങ് പിടിച്ച് വലിച്ചിട്ട് ശ്രുതിയെ എന്ത് ചെയ്യുന്നു, ബാൽക്കണിയിലാക്കി ഡോർ അടക്കണം കേട്ടോ. എന്നാൽ ഈ സമയം ആ ഡോർ അടക്കുമ്പോൾ ഗ്ലാസിൻ്റെ ഡോറായിരിക്കും. അതുകൊണ്ട് തന്നെ അശ്വിൻ അവിടെ ഇരിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ചൂളി പിടിച്ചിങ്ങനെ പൊട്ടിക്കരയായിട്ട്. അപ്പോഴേക്കും അശ്വിൻ എന്ത് ചെയ്യുന്നു, അവിടെ ഷാമും അഞ്ജലിയും കൂടി ഒരുക്കിയിരിക്കുന്ന ആ ഒരു അവരുടെ ബെഡ്റൂം ഉണ്ടല്ലോ, അതായത് ആദ്യ രാത്രി ആഘോഷിക്കാൻ, ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ താൻ ഒരുക്കി കൊടുത്ത ആ ബെഡ്റൂം ഉണ്ടല്ലോ, അതിലെ മുല്ലപ്പൂവൊക്കെ വലിച്ച് വാരി പൂക്കളൊക്കെ നിലത്തോട്ട് എറിയണിട്ടോ. എന്നിട്ട് അതൊക്കെ എടുത്തെറിഞ്ഞിട്ട് അശ്വിനിങ്ങനെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന ആ ഒരു ഫീല് അശ്വിന് വരികയാണ്. കാരണം എന്തിനു വേണ്ടി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്ക് വേണ്ടി അടി എന്ന് പറയാൻ കഴിയുന്നില്ല, നീയും ഷ്യാമും കൂടി സ്നേഹത്തിലാണ് എന്ന് പറയാൻ കഴിയുന്നില്ല, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാത്രമാണ് ഞാൻ നിന്നെ കെട്ടിയത് എന്ന് പറയാൻ അശ്വിന് കഴിയുന്നില്ല കേട്ടോ. കാരണം അശ്വിൻ്റെ ഉള്ളിൽ ഷ്യാമിനോട് വെറുപ്പാണ്, പക്ഷേ അതിലേറെ ശ്രുതിയോട് സ്നേഹവും ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അശ്വിനിങ്ങനെ ഭ്രാന്ത് പിടിച്ച് അതെല്ലാം വലിച്ചെറിയുമ്പോൾ ശ്രുതിയാണെങ്കിൽ ഒരു ചുരുണ്ടുകൂടി ആ ചെടിച്ചട്ടിയുടെ ഒരു മുക്കിലിങ്ങനെ തണുപ്പും കാറ്റും ഒക്കെ കൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട് ശ്രുതി ഇങ്ങനെ കരഞ്ഞ് ശ്രുതി അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവാണ് കേട്ടോ. എന്നാൽ അശ്വിൻ അതൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് അശ്വിൻ തൻ്റെ തലക്ക് തന്നെ താൻ അടിച്ചിട്ട് അശ്വിൻ ഇങ്ങനെ കരയാൻ കഴിയുന്നില്ല. അപ്പുറത്ത് ശ്രുതി ഇരുന്ന് കരയുന്നത് കൊണ്ട് തന്നെ അശ്വിന് കരയാൻ കഴിയുന്നില്ല. അങ്ങനെ അശ്വിന് ഇങ്ങനെ തലക്ക് കൈവച്ച് ഓരോ നിമിഷവും ഇങ്ങനെ ആലോചിക്കുകയാണ്, പിറകിലോട്ട് ഇങ്ങനെ ആലോചിക്കാനായിട്ട്. അതിലാദ്യം ശ്രുതിയും ഷ്യാമുമായി സംസാരിച്ച രംഗം, പിന്നീട് ശ്രുതി ഇങ്ങനെ ഗിരിട്ടോ അതുപോലെ തണുപ്പോ ഒന്നും ശ്രുതിക്ക് പാടില്ല, അത് വന്നു കഴിഞ്ഞാൽ ശ്രുതിക്ക് ഇങ്ങനെ പനി വരും എന്നൊക്കെ പറഞ്ഞ ആ ഒരു നിമിഷത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ അത് ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ആ ഒരു നിമിഷത്തെക്കുറിച്ച് അശ്വിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ശ്രുതിയുടെ അടുത്തോട്ട് നോക്കുമ്പോൾ ശ്രുതി കാണാൻ പതുക്കെ ഇങ്ങനെ ഉറക്കത്തിലോട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ ശ്രുതി ഇങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ വിറക്കുന്നുണ്ട് കേട്ടോ, കരയുന്നുണ്ട്, അതുപോലെ തന്നെ തണുത്ത് വിറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് അശ്വിന് കാണുമ്പോൾ വളരെ സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ അശ്വിന് സങ്കടമാകുമ്പോൾ ശ്രുതിയെ വിളിക്കുന്നുണ്ട്, പക്ഷെ തൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നുമില്ല. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്ക് ഉള്ള സ്നേഹം പോലെ വേറെ ആരുമില്ല. താൻ ആദ്യമായി ജീവിതത്തിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ചപ്പോൾ ആ പെണ്ണ് എന്നെ ചതിച്ചു. എൻ്റെ അമ്മക്കുണ്ടായ അതേ അനുഭവം തന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന എന്ന ആ ഒരു ഇതോട് കൂടിയിട്ട് അശ്വിൻ എന്ത് ചെയ്യും, അവിടെ ഇരിക്കുന്ന ഒരു ബ്ലാങ്കറ്റ് എടുത്ത് ശ്രുതി ഇങ്ങനെ ഉറക്കത്തിലോട്ട് പോകുന്ന ശ്രുതിയുടെ മുഖത്തോട്ട് ഒരൊറ്റ ഇറങ്ങേറിയാണ് കേട്ടോ. അതോടുകൂടി ശ്രുതി എന്ത് ചെയ്യുന്നു, അതെടുത്ത് വലിച്ചെറിയ, തൻ്റെ ദേഹത്തോട്ട് എറിഞ്ഞ ആ പുതപ്പെടുത്തിട്ട് അങ്ങനെ വലിച്ചെറിയണം. കാരണം നിങ്ങളുടെ ആ ഔദാര്യം എനിക്ക് വേണ്ട, നിങ്ങൾ മനസ്സിൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. കുറച്ച് സ്നേഹിക്കുന്നു, പിന്നീട് അതിലേറെ വെറുക്കുന്നു, അതിലേറെ ഉപദ്രവിക്കുന്നു, അതിലേറെ മറ്റുള്ളവർക്ക് മുന്നിൽ താൻ ആരുമില്ലാത്തവളാകുന്നു എന്നൊക്കെയുള്ള ആ ഒരു മനോഭാവമാണ് കേട്ടോ ശ്രുതിക്ക്. അങ്ങനെ ശ്രുതി ആ പുതപ്പ് വലിച്ചെറിയുമ്പോൾ അശ്വിനാണെങ്കിലോ ഒരു സോഫയിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിലോ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ തല വെച്ചിട്ട് ആ തറയിൽ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഫസ്റ്റ് നൈറ്റ് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവാണ്. എപ്പോഴും അശ്വിനും ഉറങ്ങി പോകുന്നു കേട്ടോ. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇങ്ങനെ അഞ്ജലി കഥകിൽ വന്ന് തട്ടാണ്, മോനെ അശ്വിൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് തവണ വിളിക്കും. അശ്വിൻ പെട്ടെന്ന് അങ്ങ് ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അയ്യോ എൻ്റെ ചേച്ചിയാണല്ലോ വന്നിരിക്കുന്നത്, ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ കിടത്തം കാണുമ്പോൾ തന്നെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് ശ്രുതി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ആ തറയിൽ ഇങ്ങനെ കിടന്നിട്ട് അതുപോലെ തിണ്ണയിൽ ഇങ്ങനെ തലയും വെച്ച് ശ്രുതി കിടക്കുന്നത് കാണുമ്പോൾ അശ്വിന് പാവം തോന്നാനായിട്ട്. അങ്ങനെ അശ്വിൻ ശ്രുതി എന്ന് വിളിക്കുമ്പോഴും ശ്രുതി എണീക്കുന്നില്ല. അങ്ങനെ ശ്രുതി ഓടിച്ചെന്ന് തൻ്റെ കൈകളിൽ ഇങ്ങനെ കോരിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ശ്രുതി വിടെന്നെ എന്ന് പറഞ്ഞ് ശ്രുതി തട്ടി നിൽക്കണം കേട്ടോ.
അപ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട് എനിക്ക് വാ വാ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ശ്രുതി എണീറ്റ് ഒന്ന് കാണുമ്പോൾ കൊടുത്ത ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ അതെടുത്തിട്ട് പെട്ടെന്ന് ബെഡിലോട്ട് അങ്ങ് മൊത്തത്തിൽ വിരിക്കുകയാണ്. കാരണം ബെഡ് ആകെ അലങ്കോലമായി കിടക്കുകയാണ്, ഫ്ലവറെല്ലാം താഴത്തോട്ട് എറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഫ്ലവറുകളെല്ലാം ബെഡിലോട്ട് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഈ ഒരു ബ്ലാങ്കറ്റ് വിരിക്കുകയാണ് കേട്ടോ. പിന്നീട് ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇപ്പോൾ ഞാൻ ആ തറയിൽ കിടക്കുമ്പോൾ അവിടെയും നിങ്ങൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്, എന്നെ എൻ്റെ വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത ഈ അവസ്ഥയിൽ നിങ്ങൾ ആക്കിയത് എന്തിനു വേണ്ടി, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ദ്രോഹിച്ചും കൊണ്ടിരിക്കുന്നത്, വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്നത്, അതിന് മാത്രം ഒരു പാപവും ഞാൻ നിങ്ങളോട് ചെയ്തില്ലല്ലോ എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ പറയുന്നുണ്ട് അവിടെ ചേച്ചിയുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതി അത് കേൾക്കുന്നില്ല. കാരണം ശ്രുതിക്ക് തന്നെ എന്തിന് വിവാഹം കഴിച്ചു, ഒരു അടിമയെ പോലെയല്ല, ഒരു വേലക്കാരിയെ പോലെയല്ല, എന്നാൽ ഒരു ഭാര്യയുടെ സ്ഥാനവും തനിക്ക് തരുന്നില്ല. എല്ലാത്തിനും അപ്പുറമായ ഒരു വൃത്തികെട്ട രീതിയിലുള്ള അശ്വിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ ശ്രുതിക്ക് എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ തന്നോട് സ്നേഹവുമുണ്ട്. അപ്പോൾ ആ സമയം കാണാം ശ്രുതി എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വിളിക്കുന്ന കേട്ടോ. അതോടുകൂടി ശ്രുതി അങ്ങ് ഷോക്കാവണേ. പിന്നീട് അശ്വിൻ ഒന്നും മിണ്ടാതെ കതക് തുറക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ശ്രുതി പറയണ കതക് തുറക്കാൻ പറ്റില്ല, എനിക്കിതിന് ഉത്തരം തരണം, ഇതിന് ഉത്തരം തരാതെ നിങ്ങൾ കതക് തുറക്കരുത്, എല്ലാവരും അറിയട്ടെ എൻ്റെ ചേച്ചിയുണ്ട് പുറത്ത്, എൻ്റെ ചേച്ചി അറിയാൻ പാടില്ല, അവർക്ക് മുന്നിൽ നമ്മൾ സ്നേഹിച്ച് മുന്നോട്ട് പോകണം, നിങ്ങളുടെ ചേച്ചി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ചേച്ചിയും അറിയട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ താലി കെട്ടിയത് എന്നുള്ളത് എല്ലാവരും അറിയട്ടെ, ഇനി എനിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ശ്രുതി അങ്ങ് തട്ടി മാറ്റിയിട്ട് അശ്വിൻ ഇങ്ങനെ അഞ്ജലിക്ക് ഡോറ് തുറന്നു കൊടുക്കാനായിട്ടാണ്. അപ്പോൾ അഞ്ജലി ആണെങ്കിൽ ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രുതിക്ക് അഞ്ജലിയോടൊന്നും പറയാൻ തോന്നില്ല, അത്രയും ദയനീയമായൊരു മുഖമായിരിക്കും അഞ്ജലിയുടേത്. അങ്ങനെ അഞ്ജലി പറയണം, ശ്രുതി ഇത് നിനക്ക് ഉടുക്കാനുള്ള സാരിയാണ്, ഈ ഡ്രസ്സൊക്കെ മാറ്റി ഈ സാരി ഉടുത്ത് താഴോട്ട് വാ, പൂജയുണ്ട് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോവും. അഞ്ജലി അത് കൊടുത്തിട്ട് താഴോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം തനിക്ക് ശ്രുതിയോട് എന്താ ശ്രുതിക്ക് അഞ്ജലിയോട് മുന്നിൽ വെച്ചിട്ട് ഈ സത്യങ്ങളെല്ലാം തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അഞ്ജലിയുടെ ആ മനോഭാവം കാണുമ്പോൾ തുറന്ന് പറയാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ അഞ്ജലി അങ്ങ് തിരികെ പോവുകയും ചെയ്യാണ്. പിന്നീട് ശ്രുതി അശ്വിൻ്റെ നേർക്കെടുക്കാൻ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം, എന്തിനു വേണ്ടി എന്നെ താലി കെട്ടി, ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ അതിന് മാത്രം ഒരു തെറ്റും ചെയ്തില്ല, നിങ്ങൾ എന്തിനാണ് എന്നെ ഒരു അടിമയാക്കി വെച്ചിരിക്കുന്നത്, എല്ലാവർക്കും മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തി ഈ റൂമിൽ ഒരു ചങ്ങല കിട്ടതുപോലെ നിങ്ങൾ എന്തിനാണ് ആക്കിയിരിക്കുന്നത്, ആ സത്യം എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യത്തോട് കൂടി ശ്രുതി ചൂടാവാണ് കേട്ടോ. അശ്വിൻ സായിറാം എനിക്ക് കേൾക്കണം നിങ്ങളുടെ ഉത്തരം എന്ന് പറയുമ്പോൾ പിറകിൽ നിന്ന് കാണാൻ അഞ്ജലി വിളിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള വിളി വരികയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ആകെ ഞെട്ടിപ്പോവാണ് ശ്രുതി. അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പിന്നീട് അവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.